Superstar Junior. Co-presented by Nandanam Santries. Superstar Junior. Superstar Junior. ആദ്യം തന്നെ നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. വിജയ് ചേട്ടാ, സുജാത ചേച്ചി, സ്റ്റീഫൻ ചേട്ടാ. And നമുക്ക് നമ്മുടെ സ്റ്റാർ ഓർക്കസ്ട്ര പുലികൾ. വെൽക്കം ടു ദ ഷോ. അപ്പോൾ നമുക്ക് നിക്ക് നമ്മുടെ ജഡ്ജസ് പാനലിൽ നോക്കൂ, ഒരു സീറ്റ് വേക്കന്റ് ആണ്. Which means നമുക്കൊരു സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ട്. സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ട്. ഞാൻ ആക്ച്വലി മറന്നുപോയി. താങ്ക് യു. ഞാൻ ഓർമ്മിപ്പിച്ചു. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കാം. അഞ്ജലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്? എനിക്ക് അങ്ങനെ ഒരു ആക്ടർ എന്നായിട്ടില്ല. കാരണം അവർ ഓരോ റോൾസ് അനുസരിച്ചല്ലേ, ഓരോ ക്യാരക്ടർ അനുസരിച്ചല്ലേ. പല ജേർണേഴ്സിൽ പല ആൾക്കാർ ഇഷ്ടമാണ്. പല ആക്ടേഴ്സ് അല്ലേ, നമ്മളെല്ലാവരും അത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പല ജേർണേഴ്സിലും പല ആൾക്കാരെ നമുക്ക് ഇഷ്ടമാണ്. എന്തൊക്കെയാണെങ്കിലും ഈ പ്രാവശ്യം നമുക്ക് ഒരു മാൻലിനെസ് ഉള്ളൊരു ആക്ടറിനെയാണ് നമുക്ക് വേണ്ടത്. അതെ, കാരണം 2 ദിവസം വിജയ് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനിയിപ്പോ സ്റ്റീഫൻ ഒന്ന് സന്തോഷമായിക്കോട്ടെ. അതെനിക്ക് സന്തോഷം തന്നെ. ഞാൻ സിനിമാ നടന്മാരെല്ലാം തീർച്ചയായും ഇത് എന്താ പറയുക, മലയാളികൾ എല്ലാവർക്കും ഒരേപോലെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം അഞ്ജലി നേരത്തെ പറഞ്ഞ പോലെ ഓരോ ജോണറിലുള്ള ആക്ടേഴ്സിനെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ ആക്ടറിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ എല്ലാ ജോണറിലും നമ്മൾ ഈ ആക്ടർ നമ്മുടെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ചിരിപ്പിക്കാറുണ്ട്, ചിലപ്പോൾ നമ്മളെ കരയിപ്പിക്കാറുണ്ട്, പേടിപ്പിക്കാറുണ്ട്, ഞെട്ടിക്കാറുണ്ട്. സോ ഇത്തരത്തിൽ എല്ലാ ജേർണേഴ്സിലും ഒരേപോലെ കഴിവ് തെളിയിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് മലയാളികളെ എന്റർടൈൻ ചെയ്യുന്ന, അത് മാത്രമല്ല എനിക്കൊരു പ്രത്യേക സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഉഗ്രൻ സിംഗറാണ്. അതെ, ഒരു ഉഗ്രൻ സിംഗർ കമ്മിങ് ഫ്രം അത്രയും ഒരു ലീനേജ് ഓഫ് മ്യൂസിക്കൽ ലെജൻഡ്സ്. അതെ, ഒരു വലിയ സംഗീതജ്ഞന്റെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന, ഇതുപോലെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഗീതജ്ഞന്റെ മകനും. അപ്പൊ ഇത് ഭയങ്കര ഒബ്വിയസ് ആയി. ഒബ്വിയസ് ആക്കാം. കാരണം ഇത് മലയാള സിനിമയിൽ എന്താ പറയാ, വളരെ ചുരുക്കം ആൾക്കാർ തന്നെ പറയാം. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള മ്യൂസീഷ്യൻ ആണ്, ഇത്രയും മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആക്ടറാണ്. സോ ലെറ്റ്സ് വെൽക്കം ദി വൺ ആൻഡ് ഓൺലി മനോജ് കെ ജയൻ. എവിടെ പോയി? ഓക്കേ, കേട്ടുണ്ടാവില്ല. നമുക്ക് ഒന്നുകൂടി വിളിക്കാം. സോ ലെറ്റ്സ് വെൽക്കം ദി വൺ ആൻഡ് ഓൺലി മനോജ് കെ ജയൻ. അഞ്ജലി, ഹലോ മനോജ് ചേട്ടാ, ഇവിടെ വന്നോ? നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. എന്താ കാര്യം അറിയോ? ഇപ്പൊ എന്നെ വിളിച്ചു ഉടനെ ഞാൻ അവിടുന്ന് സ്ലോ മോഷൻ നടന്നു വരുന്നു, ഒരു ഭീകര മ്യൂസിക് ഇടുന്നു. അതൊക്കെ ആവശ്യമുള്ളത് ഒരു ക്ലീഷേ സാധനമല്ലേ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഇവിടെ ഓൾറെഡി ഇരിക്കുകയാണ്, ഇവരൊക്കെ എൻ്റെ ഏറ്റവും ഡിയറസ്റ്റ് ആൾക്കാരാണ്. അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് എന്നതൊരു ഫാമിലിയാണ്, എൻ്റെ ഫാമിലിയാണ് അമൃത TV എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഗസ്റ്റായിട്ടൊന്നും എന്നെ വലിയ ബൂസ്റ്റപ്പ് ചെയ്യേണ്ട. കാരണം ഇവിടെ സൂപ്പർ സ്റ്റാർ തുടങ്ങിയ കാലം മുതൽ ഇതിൻ്റെ സീനിയർ, ജൂനിയർ, ഇൻഫന്റ്, ശൈശവം എല്ലാത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗസ്റ്റായിട്ട് ഇവിടെ വലിയ ബൂസ്റ്റപ്പ് ചെയ്ത് വരണ്ട, ബിൽഡപ്പ് ഒന്നും കൊടുത്ത് വരട്ടാന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ കയറിയതാണ്. നമുക്ക് സമയം കളയണം, തുടങ്ങാന്നേ. തീർച്ചയായും. അപ്പോൾ സൂപ്പർ സ്റ്റാർ കുടുംബത്തിലേക്ക് മനോജേട്ടനെ വീണ്ടും സ്വാഗതം. താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മുടെ കുട്ടികളും എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. സോ മനോജേട്ടന്റെ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റി ഗസ്റ്റിന് അപ്പുറത്തേക്ക് ഒരു സിംഗർ കൂടി ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി അവർക്ക് മോൾഡിംഗ് ഒരു സ്റ്റേജിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പഠിക്കാനും ഉണ്ടാവും. സോ നമുക്ക് പഠിക്കാനൊന്നും കാണില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചുമ്മാ മൂളിപ്പാടി. ഇവരുടെ കൂടെ ഇരുന്ന് ഞാൻ പാടാനോ? ശരിക്ക് ചുമ്മാ മൂള. മനോജേട്ടാ, സാധാരണ സെലിബ്രിറ്റി ഗസ്റ്റ് വരുമ്പോ സെലിബ്രിറ്റിക്ക് മാർക്ക് ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് മനോജേട്ടൻ വന്നുകൊണ്ട് മനോജേട്ടന് വേണമെങ്കിൽ മാർക്ക് ഇടാം, അല്ലേ? അതൊക്കെ വലിയൊരു പോയിന്റ് ആണ്. കാരണം പാട്ടിൽ എല്ലാ കാര്യങ്ങളും അറിയാം. സോ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ അതുകൊണ്ട് അതിലൊരു ഫ്രീഡം ഉണ്ട്. പൊതുവെ ഈ സീസണിൽ സെലിബ്രിറ്റി ഗസ്റ്റ് വന്നിട്ട് മാർക്ക് ഇടുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല എന്ന് ഞാൻ കേട്ടു. പിന്നെ സ്റ്റീഫനും നിങ്ങളെല്ലാവരോടും പറയുകയാണെങ്കിൽ വെറുതെ 2 വാചകം പറയാതെ ഒരു ചെറിയ മാർക്ക് കൊടുത്ത ഒരു സന്തോഷമല്ലേ? തീർച്ചയായും. അങ്ങനെയാണോ? ഓക്കെ, ഞാൻ റെഡി. ഒരു പ്രശ്നമില്ല. നമ്മുടെ മാർക്കില് നമ്മൾ ഡിസ്കസ് ചെയ്ത് മനോജേട്ടൻ ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു തീരുമാനത്തിലാവും നമ്മൾ മാർക്കെല്ലാം പോകുന്നത്. തീർച്ചയായും. അതും താങ്ക് യു സോ മച്ച്. കാരണം because he is a great singer too. So he is a great singer. His father is a great singer. He is coming from a great singing family. ഫാദർ ഗ്രേറ്റ് സിംഗർ ആണ്. നിങ്ങൾ എന്നെ ഇങ്ങനെ ഒരുപാട് ബൂസ്റ്റപ്പ് ചെയ്ത് അവസാനം എല്ലാം കൂടെ എന്റെ മനോജേട്ടാ, ഇത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് പറയുന്നത് പ്രത്യേകിച്ച് കാരണം ഒരു മനോജ് തെറ്റി ആക്ടിങ്ങിന് പോയതാണ് ഞാൻ പറയും. കാരണം അത്ര നല്ല സിംഗറാണ്. പ്ലേ ബാക്ക് സിംഗിങ്ങിന് വന്നിരുന്നെങ്കിൽ ശരിക്കും ഒരു സ്ട്രോങ് സിംഗർ ആയിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ പണ്ട് നടന്നൊരു സംഭവം ഞാൻ പറയും. മോഹൻ ചേട്ടൻ ഞാനും കൂടെ വീട്ടിൽ വന്ന കാര്യം. അപ്പൊ അതിലെ 2 മണി വരെ പാടിയ കാര്യം ഓർമ്മയുണ്ടോ? ചേച്ചി അവസാനം തോറ്റു പിന്മാരി പോയി കിടന്നുറങ്ങി. അപ്പം ഞാനൊന്ന് കിടന്നോട്ടെ, ഞാൻ എനിക്ക് വല്ലാതെ ഉറക്കം വരും.
അങ്ങനെ ഒരു സംബന്ധം ഞാൻ പിന്നെ പറയാം. സോ നമുക്ക് എന്തായാലും ഒരുപാട് കഥകൾ കേൾക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് കടക്കാം. So let's welcome our first contestant, Ritu Krishna. Ritu Krishna. Ritu, ഭയങ്കര കോസ്റ്റ്യൂം ഒക്കെ ആണല്ലോ. അല്ല ഇത് ഒറിജിനൽ ആണോ? അടിച്ചു മാറ്റാനാണോ? അതെ, ഒറിജിനൽ ആണോ? പറയണ്ട ആണെങ്കിലും പറയണ്ട. സത്യം പറയും, ഇത് ഒറിജിനൽ ആണോ? ഒറിജിനൽ അല്ല. അല്ല, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. പറയണ്ട ഒറിജിനൽ ആണെന്ന് ടെസ്റ്റ് ചെയ്യാനൊന്നും പോണില്ലല്ലോ. അല്ല, ഭയങ്കര ഒരു വെറൈറ്റി സ്റ്റൈലിലാണല്ലോ. ശരി, നോക്കാം അല്ലേ? എന്തായാലും നമുക്ക് റൗണ്ട്സിലേക്ക് കടക്കാം. എനിക്ക് ചെറിയ ഗസ്സസ് എന്റെ മനസ്സിലേക്ക് ഓടുന്നുണ്ട്. നോക്കാം നമുക്ക് റൈറ്റ് ആണോ റോങ് ആണോ എന്നൊക്കെ. അതെ, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോനെ? ഇറ്റ്സ് മൈ ഹീറോ. It's my hero. യുവർ ഹീറോ ആരാണ്? മമ്മൂട്ടി. മമ്മൂട്ടി. അപ്പൊ എനിക്ക് ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ പ്രാചിയേട്ടൻ അല്ലെങ്കിൽ രാജമാണിക്യം അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സിനിമ. രാജമാണിക്യം. ഞാൻ കളർ കോമ്പിനേഷൻ കണ്ടിട്ടാണ് എന്റെ ഗസ്. മാഷാല്ലാ. അപ്പൊ രാജമാണിക്യത്തിലെ ഏത് പാട്ടാണ് നമ്മൾ പാടാൻ പോണത്? പാണ്ടിമേളപ്പാട്ടും കൂത്തും. ഓഫ്, ഭയങ്കര പെർഫോമൻസ് ആണ്. അപ്പൊ ഇന്ന് അപ്പോ മുണ്ട് അഴിഞ്ഞ് വീഴില്ലല്ലോ അല്ലേ? എല്ലാ സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടില്ലേ? അതുണ്ടെങ്കിൽ അതൊരു പുതിയ സ്റ്റൈലോ നമ്മൾ പഠിക്കാക്കും, അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ എന്തായാലും മമ്മൂക്കയുടെ ഒരു എവർഗ്രീൻ എന്താ പറയുക ഹിറ്റ് ഫിലിമാണ്, സൂപ്പർ ഹിറ്റ് ഫിലിമാണ്. അപ്പോൾ തകർക്കൂ. യെസ്, നന്നായി പെർഫോം ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ചെന്തരികിട തുച്ഛം കുറുമുഴി താലം തലവന് കോലം കൊലവിളി വാഴനി മുറുകൻ ചാരണം പടയ്ക്കു മുന്നിൽ പറന്നു പറന്നു വരം കൊണ്ട് തരണം പാണ്ടിമേളപ്പാട്ടും കൂത്തും ഭക്തവാദി തപ്പുന്തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ.
എന്തോ എന്തൊരു എനർജി ആയിരുന്നു പെർഫോമൻസിന്. 1 മിനിറ്റ് ആ. കാലിപ്പോ തീരണില്ലെന്ന്. ഓക്കേ. എന്റെ ദൈവമേ. എന്നാലും കഴിഞ്ഞില്ല, അവന്റെ വെടി ഇപ്പോഴും തീർന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട് അതിൽ സ്റ്റോക്കാ. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് മനോജേട്ടൻ്റെ അടുത്ത് തുടങ്ങാം. കാരണം മനോജേട്ടൻ ഗംഭീര ക്യാരക്ടർ നെഗറ്റീവ് റോളിൽ ചെയ്താണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, മനോജേട്ടാ ഈ ഒരു സിനിമയുടെ ഒരു എക്സ്പീരിയൻസും പിന്നെ പാട്ടിനെ കുറിച്ച്. പ്യാരെന്തിര് എന്തിര് പ്യാര് പറയ്. രായം വാണിക്കും തന്നെ അത് ഏത് കൃഷ്ണനാ ഋതുകൃഷ്ണൻ ഉള്ളത് പറയ്. രാജമാണിക്യവും ചേർന്ന് ഋതുകൃഷ്ണനും ചേർന്ന് രാജമാണിക്കല്ല രായമാണിക്കം. രായം മാണിക്യം. ആ അങ്ങനെ പറയണം കേട്ടോ. മോൻ നന്നായി ചെയ്തു. എനിക്ക് ആ സിനിമയും ആ സെറ്റും ഒക്കെ എൻ്റെ മനസ്സിൽ ഓടി ഒളിച്ചു. പിന്നെ മോൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ പക്കായിരുന്നു. താങ്ക് യു. ഈ പാട്ടിൽ അഭിനയിക്കാൻ പറ്റാതെ എനിക്ക് വിഷമമുണ്ട്. ഞാൻ അതിനകത്ത് ഡാൻസ് ഒന്നും ചെയ്യുന്ന സീനില്ല. കാരണം എനിക്ക് ഞാൻ ഭയങ്കര മമ്മൂക്കയുടെ നേരെ രാജേഷ് ശെൽവമാണ് ഞാൻ. രാജമാണിക്കാണ് ഞാൻ, രാജേഷ് ശെൽവ അനിയനാണ്. അങ്ങനെ ഒട്ടക്ക് ക്യാരക്ടറാണ്. അതുകൊണ്ട് പാട്ടിലൊന്നും അഭിനയിക്കാൻ പറ്റില്ല. റഹ്മാൻ ഈ പാട്ടിലുണ്ട്, ഭീമൻ്റെ ഉണ്ട്, എല്ലാം കൂടെ അടിച്ചു പൊളിച്ചു. നല്ല അടിച്ചുപൊളി സോങ് അല്ലേ മോൻ? അതിൻ്റെതായ രീതിയിൽ ചെയ്തു. പിന്നെ ഇവിടെ വന്ന് നമ്മളിന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പെട്ടെന്ന് ചെയ്തിട്ട് പോയുണ്ട്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് പോയി. കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു. അങ്ങനെയൊക്കെ മൊത്തത്തിൽ നന്നായി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എനിക്ക് ആ സിനിമയും സെറ്റും എല്ലാം ഓർമ്മിച്ചു തന്നതിന് പ്രത്യേകം നന്ദി. താങ്ക് യു മനോജ് ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ, ഒരാദ്യമായിട്ട് കമന്റ്സ് കേൾക്കണ ഒരാള് ഗ്ലാസ് വെച്ചിട്ട് കമന്റ്സ് കേൾക്കണ. ഇല്ലല്ലോ വെച്ചോ, എന്തായാലും വെച്ചല്ല. അവിടെ കലിപ്പ് തീർന്നില്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല. കലിപ്പ് തീരുന്ന വരെ നീ വെച്ചോ. ഋതു കൊള്ളടാ, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി നിനക്കൊരു ഇൻഹിബിഷൻ ഉണ്ട് ഇപ്പോഴും അവിടെ ചില സ്ഥലത്തെത്തുമ്പോൾ ഒരു ചമ്മല് നിനക്ക് നിന്റെ മുഖത്തുണ്ട്. അത് ഫുൾ എടുത്ത് നീ കള കേട്ടോ. അത് നിന്റെ ഫ്രണ്ട്ഷിപ്പൊക്കെ നിന്നെ സഹായിക്കട്ടെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിന്നെ ഹെൽപ്പ് ചെയ്യട്ടെ ആ ഒരു ഇൻഹിബിഷൻ എടുത്ത് കളയാൻ കേട്ടോ. പിന്നെ പാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോയി. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ലാൻഡിങ് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചെറിയതായിട്ട് മിസ്സിങ് വരുന്നുണ്ടായിരുന്നു. എന്തായാലും എല്ലാം നിന്റെ അറ്റയറും കൊറിയോഗ്രാഫിയും എല്ലാവരും കൂടെ ചേർന്ന് വന്നതിൽ നല്ലൊരു ചാമിങ് ഉണ്ടായിരുന്നു. ഒരു ആനച്ചന്തം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിന്റെ ഹീറോ മമ്മൂക്കനെ റെപ്രസെൻ്റ് ചെയ്ത് ഈ പാട്ട് കൊണ്ടുവന്നതിൽ താങ്ക് യു സോ മച്ച്. പോരാത്തതിന് മനോജേട്ടൻ കൂടി ഉള്ളപ്പോൾ അത് കറക്റ്റ് സിങ്ക് ആയിരുന്നു. അപ്പോൾ പാട്ടിൽ നീ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ ഇൻഹിബിഷൻ മുഴുവൻ എടുത്ത് കളയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒരു തികഞ്ഞ പെർഫോമർ ആവും. കാരണം നിനക്ക് എല്ലാ ആറ്റിറ്റ്യൂഡും നീ പാട്ടിൽ കൊടുന്നു. ഓൺലി പക്ഷെ നിന്റെ ചില സമയത്തിൻ്റെ മുഖം ഇത്തിരി ചമ്മിയമാരി ഉണ്ടായിരുന്നു. അതൊന്നും നീ എടുത്ത് കള കേട്ടോ. അതർവൈസ് യു ഡിഡ് എ വെരി ഗുഡ് ജോബ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി, നല്ല ഓളം ഉണ്ടായിരുന്നു ഋതു, നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇനിയും ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടായിരുന്നോ? ഇല്ല, അവിടെ ചെന്നിട്ട് ഈ കാല് പൊക്കാന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷെ ടൈമിങ് കിട്ടിയില്ല, അതുകൊണ്ട് ഒരു ലൈനും പോയി. അത് കാണിക്കണം അവിടെ വന്ന്, ഒന്ന് കാല് പൊക്കി കാണിക്കണം. ആ മൈക്ക് പിടിച്ചോണ്ട് തന്നെ ചെയ്യാം. അവിടെ ഇവിടെ മൈക്ക് പിടിച്ചോണ്ടൊക്കെ ചെയ്യാനായിരുന്നല്ലോ പ്ലാൻ. അത് ചെയ്തു. അപ്പോ ചെയ്തായിരുന്നോ? അത് ഓർമ്മയില്ലേ? അത് ചെയ്തത് ഓർമ്മയില്ലേ? അത് ഓർമ്മയുണ്ട്. ഒരു ഉദ്ദേശിച്ചത് 4 പ്രാവശ്യം ചെയ്യാനാണ്. ഒരു 1.5 പ്രാവശ്യം ചെയ്തുള്ളൂ. അപ്പോഴത്തേക്ക് പാട്ട് തുടങ്ങി അവിടെ. ഇങ്ങനെയായിരുന്നു ചെയ്തത്. അത് അത് രജിസ്റ്റർ ആയില്ലായിരുന്നു. അത് പറ്റിയ കുഴപ്പമില്ലടാ. അത് ചില ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളൂ. അത് മമ്മൂക്കയുടെ സ്പെഷ്യൽ സ്റ്റെപ്പാണ്. മമ്മൂക്ക കണ്ടുപിടിച്ച സ്റ്റെപ്പാണ്. ഒരു ഡാൻസ് മാസ്റ്റർ കയ്യിൽ നിന്ന് വന്നതല്ല, പുള്ളി എന്നെ കണ്ടുപിടിച്ച. ഋതു, പാട്ടിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം കെതച്ചു, പിന്നെ അങ്ങനത്തെ. പക്ഷെ എനർജി ലെവൽ വാസ് വെരി നൈസ്. ഈ പാട്ട് ആരാ പാടിയേ? അത് പറ്റില്ല, അറിയണം. പാട്ട് മമ്മൂക്കെ മാത്രം ആലോചിച്ചാൽ മതി. പാടിയ ഒരു പാട്ടുകാരനില്ലേ? ഒറിജിനൽ ആയിട്ട് പാടിയതാരാണ് അറിഞ്ഞിരിക്കണ്ടേ. ഇതാ കുറേ ഗാനമേളയൊക്കെ പാടിയ നടന്നിരുന്ന ഒരു സിംഗറാണ് പ്രദീപ് പള്ളുരുത്തി എന്ന് പറഞ്ഞ്. ഈ പാട്ട് കഴിഞ്ഞ് ഈ പാട്ടും പിന്നെ വ്യത്യസ്തനാം ഒരു അത് രണ്ടും പാടിയിട്ട് പ്രദീപിന് ഒരു തനി ഒരു ലൈഫ് കിട്ടി ഈ മ്യൂസിക് ഫീൽഡിൽ. സോ നമ്മൾ അതൊക്കെ ആലോചിക്കണം. സോ ഒരു ഹൈ ടു പ്രദീപ്. പിന്നെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ അലക്സ് പോൾ. ഞാനിതിന്റെ ഈ പടത്തിൽ ഞാനും ചെറിയൊരു പങ്കാളിയാണ്. ഞാനിതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട് കുറച്ച്. വിജയ് ചേട്ടാ,
എന്തിരടേ ആ കണ്ണാടി കുറച്ചു നേരത്തെ കൂര് നിന്റെ കണ്ണ് കാണുന്നില്ലേ? അയ്യോ എന്തൊരു രസം കാണാൻ. നല്ല സൂപ്പർ എനർജി ആയിരുന്നു, നല്ല അടിച്ചു പൊളിച്ചു. അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഇപ്പോൾ സോങ് എടുക്കുമ്പോൾ ആ ഒരു എനർജി നല്ല ത്രോ ഉണ്ടായിരുന്നു എൻ്റെ വോയിസിന്. ചില സ്ഥലത്തൊക്കെ സെക്കൻഡ് ചരണം സ്ലിപ്പായി, പക്ഷേ എന്നിട്ട് തിരിച്ച് അവിടെ പോയി 4 കാലിൽ വീണു എന്തായാലും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു Thank you. ചേട്ടാ. സോ അപ്പൊ നമുക്ക് നമുക്ക് നേരെ മാർക്സിലേക്ക് കിടക്കാം. യെസ്, സോ നമുക്ക് ആദ്യം തന്നെ അപ്പൊ സ്റ്റീഫൻ ചേട്ടനും മനോജ് ചേട്ടനും ചേർന്ന് തരുന്ന മാർക്ക് എത്രയാണെന്ന് നോക്കാം. മനോജ് ചേട്ടന് ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞ്, അപ്പൊ അതുകൊണ്ട് മനോജ് ചേട്ടനെയും കൂടെ Yes. ഞാൻ മാർക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, 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 ഗുഡ് സ്കോർ ആണ്. സുജാത ചേച്ചി 8 marks. ടു വിജയ് ചേട്ടാ. വിജയ് ചേട്ടാ. സോ റിതു, സോ ടോട്ടൽ സ്കോർ 24. അടിപൊളി മാർക്കല്ലേ അല്ലേ? പിന്നെയും നല്ലൊരു പെർഫോമൻസുമായി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് കൽപ്പ് തീർക്കാം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് പോലെ. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. മധുരചാട്ടത്തിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാലും തന്നെ ഞാൻ ആലോചിക്കാം. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ, വിജയ് പോലെ സ്റ്റീഫനെ പോലുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹം. തീർച്ചയായും. സാലഭഞ്ചികകൾ കുടുപിടവ് പതിവില്ല, അതും അഴിക്കണമെന്നാവും അടുത്ത ഘട്ടം, അല്ലേ? സഗമദനീദനീദ സഗമദനീദനീദനി സഗരിരി സസനിനിദ പപമമഗഗരിരി സഗമദനി സഗമദനി സഗമപനി സഗമപനി സഗമദനി സഗമപനി സഗമദ സോ നമുക്ക് നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. പക്ഷെ അതിന് മുമ്പ് അതെ, നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ അപ്പോൾ നമ്മുടെ ആചാരം മുടക്കണ്ടല്ലോ. അതെ, നമുക്ക് അതൊരു കാര്യം ചെയ്യാം. പക്ഷെ മനോജ് ചേട്ടൻ ആയതുകൊണ്ട് നമുക്ക് റാപ്പിഡ് ഫയർ എന്നുള്ള Easy രീതിയിൽ ആക്കാം. ഒഴിവാക്കാം. ആ. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ എന്തായാലും ചോദിച്ചറിയാം. കാരണം മനോജ് ചേട്ടനെ പോലത്തെ ആൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി കുറേ റാപ്പിഡ് പേർക്ക് ഫയറിനേക്കാൾ ആഗ്രഹം കൂടുതൽ ഉണ്ടാവും. കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അതെ, ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അധികം ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില സംഭവങ്ങളാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഫോർ എക്സാമ്പിൾ മനോജ് ചേട്ടൻ ആദ്യമായിട്ട് പറഞ്ഞ ഡയലോഗ് ഓൺ സ്ക്രീൻ, ആദ്യമായിട്ട് ദ വെരി ഫസ്റ്റ് ടൈം, അത് നമുക്കൊന്നുകൂടെ മനോജ് ചേട്ടൻ അതേ രീതിയിലൊന്ന് പറഞ്ഞു തന്നാൽ. അല്ല, ആദ്യമായിട്ട് പറഞ്ഞ ഡയലോഗ് സത്യം എനിക്ക് ഓർമ്മയില്ല. മാമലകൾക്കപ്പുറം എന്നൊരു സിനിമയാണ് എൻ്റെ ആദ്യ സിനിമ. ഓക്കെ, 1988. ഓ ഓക്കെ. അപ്പോൾ അതിലെ ഡയലോഗ് ഓർമ്മയില്ല, അധികം ഡയലോഗ് ഇല്ല എനിക്കതിൽ. ഓക്കെ. പിന്നെ എനിക്ക് എടുത്തു പറയാവുന്ന ഒരു സിനിമ അടുത്ത് വന്നത് പെരുന്തച്ഛനാണ്. പെരുന്തച്ഛൻ, ഭയങ്കര പെരുന്തച്ഛൻ MT സാറിൻ്റെ, അജയൻ sir, അതെ. അജയൻ ഗ്രേറ്റ് sir, MT സാറിൻ്റെ സ്ക്രിപ്റ്റിലുള്ള സിനിമയാണ്. അപ്പോൾ അതിലാണ് ഒരു നല്ല ഡയലോഗ് ആദ്യമായിട്ട് പറയുന്നത്. മീൻസ് എനിക്ക് തോന്നുന്നു മോനിഷയും പ്രശാന്തും കൂടി ഇങ്ങനെ നിൽക്കുന്ന, ഇവൻ ഈ ഇതാണല്ലോ എന്താ ശില്പിയാണ്, ശില്പി, അതെ, പച്ച മലയാളം. അപ്പോൾ ഈ മോനിഷയെ വെച്ചിട്ട് ഇവനിങ്ങനെ ഇങ്ങനെ മുഖത്തോടൊക്കെ കൈവച്ച് ഇങ്ങനെ, അപ്പോൾ ഇത് കുഴപ്പത്തിലേക്ക് പോകാമെന്ന് കണ്ടിട്ട് ഈ നമ്പൂതിരി ഇങ്ങനെ പാഞ്ഞു വന്നിട്ട് പറയുന്ന ഡയലോഗുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യം കിട്ടിയ ഏറ്റവും പ്രഷ്യസ് ആയ ഡയലോഗ്. സാലഭഞ്ചികകൾ കുടുപിടവ് പതിവില്ല, അതും അഴിക്കണമെന്നാവും അടുത്ത ഘട്ടം, അല്ലേ? ശുദ്ധാശുദ്ധങ്ങളൊന്നും കുന്നത്തൂർ കോലത്ത് പതിവില്ല എന്നുണ്ടോ? ആ ക്യാരക്ടറായി മാറി. അതെ, ഇങ്ങനെ പല ക്യാരക്ടേഴ്സുമായിട്ട് മനോജ് ചേട്ടൻ മാറിയിട്ടുണ്ട്. മനോജ് ചേട്ടന്റെ കുറെ ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി എനിക്ക് ദിഗംബരം പോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് പേടിപ്പിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ദിഗംബരം പോലത്തെ ക്യാരക്ടേഴ്സ് അല്ലാതെ ചേട്ടന്റെ ഓൺ ക്യാരക്ടറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടർ ചേട്ടൻ ചെയ്തിട്ടുണ്ടോ? ഓൺ ക്യാരക്ടർ ഏകദേശം അതിനകത്ത് ഒരു സ്വഭാവവിശേഷം എനിക്കില്ല. സീനിയേഴ്സിൽ പെൺവിഷയത്തിൽ ഇദ്ദേഹം ഭയങ്കര വീക്ക്നെസ് ഉള്ള ഒരാളാണ്. മുന്ന എന്നുള്ള ക്യാരക്ടർ, ഒരു കമ്പിൽ സാരി ചുറ്റിപ്പോൾ അതിന്റെ പുറകെ പോകും, അങ്ങനത്തെ ആളാണ് മുന്ന. അപ്പോൾ ആ വിഷയം ഒഴിവാക്കി എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും എൻ്റെ ഒരു അപ്പിയറൻസും ഒക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സീനിയേഴ്സിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ദിഗംബരനും പഴശ്ശിരാജയിലെ തലക്കൽ ചന്തവും സർഗവും ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വെറൈറ്റി എന്ന് പറയുന്ന ഇദ്ദേഹം ക്യാരക്ടറാണ്. കാരണം ഞാൻ സിനിമ വന്ന പോലെ ഇപ്പോൾ പെരുന്തച്ഛൻ്റെ ഈ ഡയലോഗ് പറഞ്ഞ സിനിമയിൽ ഞാൻ മുട്ടയഴിച്ച് ചെറിയ കുടുംബം വെച്ച് എൻ്റെ രൂപമേ അല്ല. എൻ്റെ സിനിമയിൽ ആദ്യം കാണുന്ന ഇമേജ് വേറെ രീതിയില്ല. സർഗം വന്നപ്പോൾ അത് വേറെ രീതിയിൽ, പിന്നെ അങ്ങോട്ട് പല പടങ്ങളും
അപ്പോൾ എൻ്റെ ഒറിജിനൽ രൂപത്തിൽ ഞാൻ അധികം സിനിമ ചെയ്തിട്ടില്ല, അല്ലാത്ത രൂപത്തിലാണ് കൂടുതലും. അപ്പോൾ എനിക്കൊരു ഭയങ്കര ചലഞ്ച് എന്ന് പറയുന്നത് സീനിയേഴ്സിലെ ക്യാരക്ടറായിരുന്നു. കാരണം അത് പ്രൂവ് ചെയ്യണ്ടേ, ചെയ്യാൻ പറ്റും. ഇപ്പോൾ സീനിയേഴ്സിലാണ് ഹ്യൂമറും ഉണ്ട്, ഹ്യൂമറാണ് ഞാൻ അത് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഹ്യൂമർ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ അത് ആ പടവും വലിയ ഹിറ്റായി, ഈ ക്യാരക്ടറിൻ്റെ ഹ്യൂമറും ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു മതിൽ ചാട്ടം സീനൊക്കെ ഉണ്ട്. ഏറ്റവും കൈയ്യടി കിട്ടിയ സീൻ. കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ അല്ലേ. അപ്പം ലേഡീസ് ഹോസ്റ്റലിന്റെ മതിലെന്ന് പറഞ്ഞാൽ എവിടെ ഇങ്ങനെ ചാടാ ഈസിയാടാ. ആ സംഭവം കണ്ട എല്ലാ മലയാളികൾക്കും തോന്നിയൊരു കാര്യം, അതിൽ മനോജേട്ടൻ വില്ലാളി വീരൻ തന്നെയാണെന്നാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. നല്ല പറയാൻ പറ്റും, അങ്ങനെ പറയാവൂ. അപ്പൊ അങ്ങനെ ഒരു ചലഞ്ചിങ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് തലക്കൽ ചന്തുവോ അല്ലെങ്കിൽ ദിഗംബരനോ അല്ല, സീനിയേഴ്സ് ആയിരുന്നു. അല്ല, സീനിയേഴ്സിലും ഈ ഞാൻ കേട്ടിട്ടുള്ളത് ഈ സീൻ ആക്ച്വലി ഒരു വർഷം ചാടുന്നു എന്നായിരുന്നു. പിന്നെ മനോജേട്ടൻ ആ ഒരു പെർഫെക്ഷൻ കണ്ട് അപ്പൊ തന്നെ അത് തലേ ദിവസം ഫൈറ്റ് സീനായിരുന്നു. ഞാനും ബിജുവും എല്ലാവരും കൂടെ ഉള്ള ചാക്കോച്ചനൊക്കെ കിടിലൻ ഫൈറ്റ് കോളേജ് ഗ്രൗണ്ടിൽ കിടന്നിട്ട്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഇത് എടുക്കുന്നത്. എനിക്കാണ് അടിനാവിയൊക്കെ വേദന എടുത്ത് നിൽക്കാൻ വയ്യ. അപ്പോഴാണ് ഈ സീൻ കൊണ്ട് വെച്ചിരിക്കുന്നത്, ഈ മതിൽ ചേടുന്ന സീൻ. അപ്പോൾ ഞാൻ സെറ്റിൽ ചെന്നു. അപ്പോൾ പറഞ്ഞു, വൈശാഖ് പറഞ്ഞു, ഡയറക്ടർ വൈശാഖ് പറഞ്ഞു, മനോജേട്ടാ ഒരു മതിൽ ചാടുന്ന സീനുണ്ട്, അപ്പോൾ ചേട്ടൻ കുറച്ച് പ്രാവശ്യം കൂടുതൽ ചാടണം. ഞാൻ മതിൽ ചാടാനാ, എങ്ങനെ ചാടാൻ? അല്ല ചേട്ടൻ ഇങ്ങനെ, ചേട്ടൻ്റെ എക്സ്പീരിയൻസ് കാണിക്കുകയാണ്. ചേട്ടൻ ഇതല്ലേ പെൺവിഷയത്തിൽ വില്ലനല്ലേ. ഇപ്പോൾ ലേഡീസ് ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞപ്പോഴേ മതിൽ ചാടി തുടങ്ങി. ചാടാനൊന്നും പറഞ്ഞില്ല, അനുഭവിച്ച് പുള്ളി ചാടി തുടങ്ങി. അപ്പോൾ അതാണ് ഞാൻ വൈശാഖ് പ്രശ്നമായി. എനിക്ക് അടിവേർ ഭയങ്കര വേനായിട്ടിരിക്കുക, ചാടുമ്പോൾ ഇത് ഭയങ്കര പിടുത്തമുണ്ട്. ചേട്ടാ എങ്ങനെയാലും പ്ലീസ് ചേട്ടാ ഇത് ഭയങ്കര ഹിറ്റാവും ചേട്ടാ, ഞാൻ വാക്ക് തരുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം ചാടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് തോന്നി, ഇത് കൊള്ളാലും പരിപാടി. അങ്ങനെ ചാടി ഒരു 7-8 പ്രാവശ്യം ചാടി. അത് ഭയങ്കര ഹിറ്റായി കേട്ടോ. ഭയങ്കര ഒരുപാട് പേര് പറയാറുണ്ട് അത്, ഈ സീനിയേഴ്സിലെ മതിലി ചാട്ടം. അങ്ങനെ മതിലി ചാട്ടത്തിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാലും തന്നെ ഞാൻ ആലോചിക്കാം. അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള ആലോചന ഉണ്ടെങ്കിൽ ആ മതിൽ ചാട്ടം ഇതുവരെ അവസാനിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും അതിൻ്റെ അകത്ത് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ, വിജയ് പോലെ സ്റ്റീഫനെ പോലുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കണമെന്ന് ആയിട്ട് വന്നാലും മതി. അല്ല, വിജയ് ചേട്ടൻ അതിന്റെ ചെയർമാൻ ആയിരിക്കും. ഞങ്ങൾ ഗസ്റ്റ് ലെക്ചറേഴ്സ് ആയിട്ട് വരാം. അല്ല, എന്തായാലും ഇതേപോലെ തന്നെ ഒരുപാട് സിനിമകൾ എനിക്ക് മനോജേട്ടൻ കോമഡി പിന്നീട് ഒരുപാട് ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട്. സീനിയേഴ്സിനെ നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. വൈശാഖിനോടും നന്ദി. കാരണം അങ്ങനെ ഒരു ഇമേജ് എനിക്ക് ആദ്യം ഉണ്ടാക്കുന്നത് സീനിയേഴ്സാണ്. പിന്നെ അതിനെ തുടർന്ന് പറഞ്ഞ തട്ടത്തിൻ മറയത്തും മല്ലു സിംഗും നേരം അതെ ഒക്കെ ചെയ്യാൻ പറ്റി. അതെ. അപ്പൊ എന്തായാലും വീണ്ടും ഒരുപാട് വെറൈറ്റീസ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചോദിക്കാനുണ്ട്, ചേട്ടന് CD റൈറ്റ് ചെയ്യാൻ അറിയോ? CD റൈറ്റ് ചെയ്യൂ? അതെ. അല്ലെ മനോജേട്ടാ, വേറൊരു ചെറിയ സംഭവം ചോദിക്കാനുള്ളത്, അഫ്കോഴ്സ് ഈ പറഞ്ഞ പോലെ പല ക്യാരക്ടർ ചെയ്തതിലും ദിഗംബരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡെഫിനറ്റ്ലി എല്ലാവരും ഹോണ്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. അതിന് വേണ്ടി എന്തായാലും ലൈക്ക്, കാരണം അതൊരു നോർമൽ മനുഷ്യൻ ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടർ അല്ല, ഒരു ഭയങ്കര എക്സെൻട്രിക് ലെവലും ഉണ്ട് അതിന് വേണ്ടി ലൈക്ക് എന്തെങ്കിലും ആ എക്സെൻട്രിക് ലെവലെന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സെൻട്രിസം ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്ന് കൊണ്ടുവരാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഭയങ്കര വല്ലാത്ത ഫീലുള്ള ക്യാരക്ടർ. അല്ല, ഞാൻ ചോദിച്ചു മീൻസ് അതിന്റെ ഒരു പ്രിപ്പറേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ചെന്നൈയിൽ ആദിത്യ ഹോട്ടലിൽ നിന്ന് അതിന്റെ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുന്നത്. സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചില്ല, ഞാൻ കഥയായിട്ട് സുനിൽ പരമേശ്വരൻ പറയായിരുന്നു, മണിയമ്പിള്ള രാജുചേട്ടൻ അടുത്തിരിപ്പുണ്ട്. ഞാനാണ് ആദ്യം പേടിച്ചത്, ഈ ക്യാരക്ടർ ഇതെങ്ങനെ ഞാൻ ചെയ്യും, എന്നെ കൊണ്ട് പറ്റുമോ? കാരണം ഭയങ്കര ഹെവി ക്യാരക്ടറാണ്. പിന്നെ സന്തോഷ് ശിവൻ തന്ന കോൺഫിഡൻസും സുനിൽ പരമേശ്വരനൊക്കെ തന്ന കോൺഫിഡൻസ് കൊണ്ടുമാണ് അത് തുടങ്ങിയത്. ഫസ്റ്റ് ഡേ വരിക്കാശ്ശേരി മനയിൽ ഷൂട്ട് തുടങ്ങുന്നു. അപ്പം ഞാൻ ഉടയോൻ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ നിന്ന് വരുവാണ്. അത് വേറൊരു ക്യാരക്ടറാണ്, ഒരു പൊട്ടൻ ക്യാരക്ടറാണ്. പല്ലൊക്കെ അഴുക്ക് പല്ലൊക്കെ ആയിട്ട് വേറൊരു വീക്കൊക്കെ വെച്ച്. അപ്പോൾ അവിടെ നിന്ന് നേരെ വന്ന് ഈ സെറ്റിൽ വരിക്കാശ്ശേരി മനെ മേക്കപ്പ് ചെയ്യാനിരിക്കുക. പട്ടണം റഷ് ചെയ്ത് വരുന്നു. മനോജ് അപ്പം മുടിയൊക്കെ പിന്നെ കുറച്ചുകൂടെ വെട്ടി, ഈ മേക്കപ്പ് ഇട്ട് കണ്ണിൻ്റെ അടിയിൽ എഴുത്തും കാര്യങ്ങളും കയ്യിൽ നഖങ്ങളും ഒക്കെ വെച്ചു. ഈ കോസ്റ്റ്യൂമും തന്നു. എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞ് ഞാൻ കണ്ണാടി ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ കണ്ണാടി ഇങ്ങനെ റഷീദ്ക്ക് തന്നു. ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് എവിടെയോ ദിഗംബരൻ തന്നെ ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു കിട്ടിയ ഊർജ്ജമുള്ള ആ ഫസ്റ്റ് നോട്ടത്തിൽ കണ്ണാടി കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ, അത് വെച്ചാണ് ആ സിനിമ മുഴുവൻ ചെയ്തു തീർത്തത്. എടുക്കാൻ പോകുന്നത് ആ ക്യാരക്ടറിൻ്റെ ഫുൾ ഇമോഷൻ അടങ്ങുന്ന ഷോട്ടാണ്. അതായത് ആ പാട്ടില്ലേ, തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും
മണിമിഴിയിൽ സുരഭില സൂര്യകണം കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അധരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ആഹാ ആഹാ ആ ക്യാരക്ടർ ഫുൾ സത്വം ഈ പാട്ടിനകത്തുണ്ട്. ഇതാണ് ആദ്യം എടുക്കാൻ മതി. എങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് കയറേണ്ടത് നമ്മൾ ഫസ്റ്റ് ഷോട്ട്. അപ്പം ആ ചാടി വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ഇവിടെ ഈ റിയാസിൻ്റെ മുടിയിലൂടെ ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കുന്നൊരു സാധനമുണ്ട്. അപ്പം ഞാനൊരു ചെറിയ സംശയം, അതൊരു റിയാസിനാണെങ്കിൽ ഫുൾ സ്ട്രെയിറ്റൻ ചെയ്ത് മുടിയിട്ടിരിക്കുക, വരികളാണെങ്കിൽ തിരനുരയും ചുരുൾമുടിയിൽ അപ്പം ഞാൻ സന്തോഷേട്ടനെ വിളിച്ചു, ചെവി പോയി പറഞ്ഞു. സന്തോഷം ക്യാമറ വെച്ച് നിൽപ്പുണ്ട്. സന്തോഷ, ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഈ മുടിയിലൂടെ കൈയെടുക്കുന്ന ഷോട്ട് ആ ആക്ഷൻ വേണോ? അതെന്തോരി ഞാൻ ചേട്ടാ വരികൾ തിരനുരയും ചുരുൾമുടി, എവിടെ ചുരുൾമുടി മുഴുവൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടിരിക്കല്ലേ? ആ മനോജ് ആ ആക്ഷൻ വേണ്ട, നമുക്കത് അത് ആക്ഷനും കൂടെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും. അങ്ങനെ വേറെ രീതിയിൽ അത് എടുത്തത്. അപ്പൊ അതൊക്കെ ഓർമ്മ വരുവാണ്. ശരി, താങ്ക് യു സോ മച്ച് മനോജ് ചേട്ടാ ഫോർ ഷെയറിംഗ് ദിസ് വണ്ടർഫുൾ മെമ്മറീസ്. താങ്ക് യു. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ടും നമ്മൾ കേട്ടു, നല്ല കുറെ മെമ്മറീസ് കേട്ടു, നല്ല കുറെ അനുഭവങ്ങളും നമുക്ക് ഒരുപാട് പേർക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ കേട്ടു. ഒരുപാട് പേർക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. സോ നമുക്ക് നമ്മുടെ എപ്പിസോഡ് കോമ്പറ്റീഷനിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് വെൽക്കം അഞ്ജന. അഞ്ജനക്കുട്ടി, രജത്തിന് ഭയങ്കര സംശയമുണ്ട്, ഇത് ചുരിദാറാണോ എന്നാണ് എന്റെ ഡൗട്ട്. ചുരിദാറാണോ ഡ്രസ്? അഞ്ജലി പറയും. അല്ല, ചുരിദാറാണോ ഡ്രസ്? നമുക്ക് മോളോട് ചോദിക്കല്ലേ. അഞ്ജലി ഭയങ്കര ഫാഷൻ യെസ് സ്റ്റൈലിസ്റ്റ്. യെസ്, പക്ഷെ ഇത് ഫ്ലോർ ലെങ്ത് സൽവാർ ആണ്. അടിയിൽ എനിക്ക് ഒരു ഇതുണ്ട്, ലെഗിങ്സ് കാണാനുണ്ട്. അപ്പൊ ഇത് ഫ്ലോർ ലെങ്ത് സൽവാർ സൽവാർ അങ്ങനെ വിളിക്കാം. യുനോ ഞാനൊരു ഫാഷൻ ഡിസൈനർ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ വിളിക്കാം. അതെ അതൊക്കെ തന്നെയാണ്. കണ്ടാ? എനിക്ക് വയ്യ. അതെ അതെ, വയ്യ. നമുക്ക് ഇനി റൗണ്ട്സിലേക്ക് കടക്കാം. ഓക്കെ, റൗണ്ട്സ്. ഏത് റൗണ്ടാ മോളെ? സെമി ക്ലാസിക്കൽ റൗണ്ട്. സെമി ക്ലാസിക്കൽ റൗണ്ട്. അതാണ് അപ്പൊ എത്നിക് സ്റ്റൈലിന്റെ അഞ്ജന പിന്നെ സെമി ക്ലാസിക്കൽ റൗണ്ട് എന്തായാലും തകർക്കുന്നു നമുക്കറിയാം. പക്ഷെ ഏതാണ് പാട്ട്? ഞാൻ ദേവദാസി എന്ന ഫിലിമിലെ സുധാമന്ത്രം എന്ന സോങ്. ഓ, വീണ്ടും ഒരു പഴയ നൊസ്റ്റാൾജിക് സോങ് ആണ്. അപ്പോൾ എന്തായാലും സെമി ക്ലാസിക്കൽ റൗണ്ട് ഈ പാട്ട് എന്തായാലും തകർക്കുന്നു നമുക്കറിയാം. പക്ഷെ സെമി ക്ലാസിക്കൽ ആയതിന്റെ പേരിൽ ഒരു കുഞ്ഞു ബ്രേക്കിന്റെ ആവശ്യമാണ്. കൊടുക്കാം. സോ സൂപ്പർ സ്റ്റാർ ജൂനിയറിലൊരു കുട്ടി ബ്രേക്ക്. സുധാമന്ത്രം നിവേദിതം ഋതുമംഗലയ. മോളുടെ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് കണ്ടേക്കണേ, യുവർ കോൺസെൻട്രേഷൻ. അണ്ണാച്ചിയുടെ പാട്ടുകൾ വെറുതെ കേൾക്കുന്നത് റിസ്ക്, പിന്നെ അത് പാടണമെന്ന് വെറുതെ ആലോചിക്കുന്നത് അതിനേക്കാളും വലിയ റിസ്ക്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ നമുക്ക് നമ്മുടെ പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇന്ന് ഇപ്പൊ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ അഞ്ജന പാടാൻ പോകുന്നു ദേവദാസിയിലെ ഒരു പാട്ടാണ്. സോ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സുധാമന്ത്രം നിവേദിതം ഋതുമംഗലയ പ്രപഞ്ചമേ പ്രണതോസ്മി പ്രണതോസ്മി ഉജ്വലതി ജ്യോതിർഭരവരദേ ബദ്ധാഞ്ജലി സതതം
സുധാമന്ത്രം നിവേദിതം ആർദ്രനിശീഥതപോവനഗീതം അക്ഷയമോക്ഷവിപാദം ആർദ്രനിശീഥതപോവനഗീതം അക്ഷയമോക്ഷവിപാദം തപ്തവിഷാദമുഖം നിത്യവിലാസലയം ബ്രഹ്മം ദുഃഖവിസ്മയം മാത്രം അനുരക്ത വീണയൻ ഗാത്രം സനിദനി നിദനി ഗഗനി 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 രി ഗമരി ഗ സദനി രി ഗമസ സഗമദനി ധനി ധ സഗമദനി ധനി ധനി സഗരി രി സനി നി ധ പ പ മ മ ഗഗരി രി സഗമദനി സഗമദനി സഗമപനി സഗമപനി സഗമദനി സഗമപനി സഗമദ സഗമപ സഗമ സഗമ സഗ സുധാമന്ത്രം നിവേദിതം ഋതുമംഗലയ നനദിഗിനധാഗിന്യാഗിദീന ഗഗസലിസ ഇഗനാദമിന്നു മൂകശോകരാഗം സമഗമ സമഗമ നിഗരി ഗരി നിധ നിധി മദഗ സനിധ മഗമരി പ്രതിപാദിത നിദാന്ത ജന്മദാനം നന 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 ദിഗി ധാഗി ധാഗി ദിന് ദിഗ് ധാഗി ധാഗി ദിന് വിരഹാസുരം ബലാന്തരംഗദാനം സനിധനി സദമദ സമഗമ സഗരിഗ സമഗ സദമ സനിധനി ധനി ദാദ മദ പാപ ഗപ പരി പാപ സ പാപ പമനീനി മമൻ അരുണോദയം മറന്നതിന്തി തീരം നനനാഗി ധിനനാഗി നനനാഗി ധ നനഗേ നാനഗേ നാനഗഥ നാഗേ നിഗിനഥ നാഗേ നിഗിനഥ നാദിൻ സദ മദനി ധ മഗമരി നിരി മഗരി നിരി മഗരി രി മഗരി സദ നിരി മ ദനി രി ഗ സദ സനി നി നി തക് സനി നി നി സനി നി നി നനത്തെ നനനത്തെ നനനഗേ ധ സനി ധ മഗമ സമഗമരി സദ മദനി സഗമപനി 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 സഗമദനി സഗമപനി സഗമപനി അരുണോദയം മറന്നതിന്തി തീരം അരുണോദയം മറന്നതിന്തി തീരം സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ ചരിത്രത്തിൽ ഫസ്റ്റ് ടൈം. എൻ്റെ പൊന്നു മോളെ എന്താണ്
അത്ഭുതമാണ് കേട്ടോ. എല്ലാവരും ഫിനാലേക്കൊക്കെ പാടുന്ന പാട്ടാണിത്. തിരിഞ്ഞും മറിഞ്ഞും അഞ്ജന ഞെട്ടിച്ച് കളഞ്ഞു. ഷോക്ക് മാറുന്നില്ല എനിക്ക്. ഷോക്കും ഒന്നും. സച്ച് എ ബ്ലെസ്ഡ് ചൈൽഡ് ഷീ ഈസ്. എന്താണ് പാട്ട്, ഭയങ്കര നല്ലായിരുന്നു. സ്റ്റാൻഡിംഗ് ഓവേഷൻ ആണ് കിട്ടിയത്. വാട്ട് മോർ? ആക്ച്വലി ഇനിയിപ്പോ എന്താ പറയാ, ഒന്നും പറയാനില്ല. കാരണം സ്റ്റാൻഡിംഗ് ഓവേഷൻ 4 നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ നിന്നും കിട്ടി. ഒന്നും പറയാല്ല, നമുക്ക് നേരെ കമന്റ്സിലേക്ക് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സുജാത ചേച്ചി. കൂടുതലൊന്നും പറയല്ല. കണ്ണാ, ആദ്യം മാർക്സിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ നമുക്ക് ശരി. നമ്മളിവിടെ ആവേശഭരിതനായിട്ട് കമന്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുഴപ്പമില്ല, ഞാൻ കൊടുത്തോട്ടെ ആദ്യം. ഓക്കെ, പ്ലീസ് ഗോ അഹെഡ്. Oh my God! 10 for the first time. Superstar Junior 10 marks. So Sujata Chechi. Okay, so Stephen ചേട്ടനും മനോജ് ചേട്ടനും ചേർന്ന്. ഇത് മനോജേട്ടന് കൂടെയുള്ള മാർക്കാണ്. അപ്പൊ ഞങ്ങൾ ശരിക്കും ഒരു പെടലിൽ പെട്ടിരിക്കുകയാണ്. അയ്യോ, ഭയങ്കരമായിട്ട് പെട്ടിരിക്കുക. 10 കൊടുക്കാൻ പറ്റുള്ളൂ. 10 മാർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ വിജുവും ചേച്ചിയും കൊടുത്ത സ്ഥിതിക്ക് എൻ്റെ കാര്യം അറിയാലോ, ഞാൻ എപ്പോഴും ഒരു മോർ ഇൻ ടു മാർക്സ്. പക്ഷെ മനോട്ടം വന്നത് ഞാൻ കുടുങ്ങിപ്പോയി. ഞങ്ങൾ 2 വീട്ടിയാ, ഞാൻ 6 മാർക്ക് കൊടുക്കണം. അപ്പൊ ഞാൻ മനോജേട്ടനും കൂടി ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു. സൂപ്പർസ്റ്റാർ ജൂനിയറിന്റെ ചരിത്രത്തിൽ ഫസ്റ്റ് ടൈം 30 on 30 ആണ് അഞ്ജനയ്ക്ക് കിട്ടിയ മാർക്സ്. അതെ, എനിക്ക് തോന്നുന്നു ഇത് 30 മാർക്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള പ്രശ്നത്തുകൊണ്ടാണ് 30 കിട്ടിയത്. ഇതൊരു 50 or 100 ഒക്കെ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത്രയും എത്തിയത്. സ്റ്റാൻഡിംഗ് ഓവേഷൻ 100 out of 100 എന്ന് പറഞ്ഞ പോലെ മാർക്സ്. എന്താ ഇനി പറയണ്ടല്ലേ? കൂടുതൽ എന്ത് വേണം? ഒന്നും വേണ്ടേ? കമന്റ്സ് വേണ്ടേ? ആ, അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഫാൻ മൊമെന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ വണ്ടർഫുൾ മൊമെന്റ് ആണ്. ബിക്കോസ് സൂപ്പർസ്റ്റാർ ജൂനിയറിന്റെ ചരിത്രത്തിൽ ഫസ്റ്റ് ടൈം 30 on 30 കിട്ടിയിരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് ഓവേഷൻ ഫ്രം ഓൾ ദി ജഡ്ജസ്, സെലിബ്രിറ്റി ഗസ്റ്റ് എല്ലാം കിട്ടിയിരിക്കുകയാണ്. നിറഞ്ഞ കൈയടി കിട്ടിയിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ കമന്റ്സ്. സുജാത ചേച്ചി. അഞ്ജന, എല്ലാവരും ഫിനാലേക്കൊക്കെ പാടുന്ന പാട്ടാണിത്. ഇതൊരു എത്രാമത്തെ, നമ്മുടെ 3ാമത്തെ ഷെഡ്യൂളിൽ തന്നെ അഞ്ജന പാടി. അപ്പോൾ ഫിനാലയിൽ എത്തും നമുക്കറിയാം. അതിനൊരു സംശയമില്ല. ആ ഫിനാലയിൽ എന്ത് പാടി ഞങ്ങളെ ഞെട്ടിക്കും എന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കണത്. പാട്ടുകൾ എന്താ പറയാ ഇല്ലാണ്ടായി അല്ലേ? വെറുതെ കൊച്ചിനെ ഇപ്പൊ തന്നെ നമുക്ക് പ്രഷർ കൊടുക്കണ്ട. ആഫ്റ്റർ ഓൾ ഒരു കൊച്ചു തന്നെയാണല്ലോ അല്ലേ? ഇന്ന് പാടിയത് അങ്ങനെ അല്ല എന്നാണ് എനിക്ക് ഇടയ്ക്ക് എന്താണ് ഇടയ്ക്കല്ല, ഐ തിങ്ക് ത്രൂ ഔട്ട് തോന്നി. അത് ഇടയ്ക്ക് തോന്നും കുട്ടിയല്ല എന്ന്. മോളെ, ഏറ്റവും ഇങ്ങനത്തെ പാട്ടുകൾ എടുത്ത് കുറേ പേര് വരാറുണ്ട് സാധാരണ. ഒരു ഇതൊക്കെ നല്ലോണം പാടുകയും ചെയ്യും. ഈ പാട്ടൊക്കെ ഒരുവിധം പാടിയാൽ മതി, അപ്പം തന്നെ അതിൻ്റെ അത്രയും ഡിഫിക്കൽട്ട് പാട്ടാണ്. പക്ഷെ മോളുടെ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് കണ്ടേക്കണേ യുവർ കോൺസെൻട്രേഷൻ. അവിടെ നിൽക്കുമ്പോൾ ആ പ്രിസിഷൻ, പാടുന്ന പ്രിസിഷൻ, കോൺസെൻട്രേഷൻ, അതിങ്ങനെ ഓരോ സംഗതിയുടെയും ക്ലാരിറ്റി എത്ര ക്രിസ്പായിട്ടാണ് വരണേ. അത് സ്ലോ ഡൗൺ ചെയ്ത് നമുക്കിങ്ങനെ കേൾക്കാം. ആ സ്വരങ്ങൾ മുഴുവൻ എല്ലാം കേൾക്കാം, എല്ലാ സ്വരവും കേൾക്കാം അതിൽ. അത് മോളുടെ ഒരു ക്വാളിറ്റിയാണ്. ഡെഫിനറ്റ്ലി എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടോ അതിൽ? ലാസ്റ്റിൽ എനിക്ക് ഈ പാട്ട് പഠിച്ചപ്പോൾ എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ശരത്തങ്ങളെ വിളിച്ചായിരുന്നു. അപ്പോൾ ശരത്തങ്ങള് എല്ലാം ശരിയാക്കി തന്ന്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഗതി കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ശരത്തിന് സംഗതി പോരാ കേട്ടോ, ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്താ നല്ലായിരിക്കും എന്ന് പറഞ്ഞു. അത് ഈ കുട്ടി ഇവിടെ പാടുന്ന പാട്ടുകളൊക്കെ ശരത്തിൻ്റെ ആണെന്ന് തോന്നുന്നു കൂടുതലും. അപ്പം മോളുടെ ഇപ്പോൾ ഓക്കെ, യു ഹാവ് പ്രൂവ്ഡ് മോളൊരു എഫിഷ്യൻ സിംഗറാണ്. ആ പ്രിസിഷൻ പാടുന്നതിലൊക്കെ അതാണ്. അപ്പോൾ എല്ലാ ജോണേഴ്സും ഇതുപോലെ പാടണം. അപ്പോഴാണ് ഒരു ഗായിക, അയ്യോ ഇങ്ങനെ ഒരു മോളും ഒരു പാട്ടുകാരി എന്ന് പറയുമ്പോൾ അയ്യോ എന്തിനും വിളിക്കാം.
അങ്ങനത്തെ ഒരു സാധനം മോള് ഈ ആൻറ്റി ഐ വിൽ ബി ഫോളോയിങ് യു ഡെഫിനറ്റ്ലി. ഇനിയിപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ സിംഗേഴ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. കൊച്ചു കൊച്ചു കുട്ടികൾ അവരെവിടെ എത്തി ഇവരെവിടെ എത്തി എന്നിങ്ങനെ. അതുപോലെ അതിലൊരു ഏറ്റവും ടോപ്പിൽ അഞ്ജന ഉണ്ട്. ഇങ്ങനെ ഒരു വെൽ വിഷറായിട്ട് ഞാൻ കൂടെ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സുജാത ചേച്ചി. വിജയ് ചേട്ടാ. അഞ്ജന ഞെട്ടിച്ച് കളഞ്ഞു. എന്താണ്, എനിക്ക് ചില സമയത്തൊക്കെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സീറ്റ് വിട്ട് ഇങ്ങനെ പറന്നുപോയി എവിടെയൊക്കെ. ആൻഡ് ഞാൻ ഇങ്ങനത്തെ ഒരു കൊച്ചുകുട്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് അത് മറന്നു. പക്ഷേ ഒരു പ്രൊഫഷണൽ സിംഗറും പോലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പാടുന്നത് മേ ബി ക്ലോസ് ടു ഇറ്റ് ഒരു ചിത്ര ചേച്ചി, യുനോ ആ ഒരു ഇങ്ങനത്തെ പാട്ടിലൊക്കെ എസ്പെഷ്യലി. പിന്നെ ആരാണ്? കൽപ്പന. പക്ഷേ നോ, ഐ തിങ്ക് ഇന്ന് ഐ എം ടോക്കിംഗ് അബൌട്ട് കുറേ നാളാണ് ഞാൻ കേട്ടിട്ടുണ്ട്. കൽപ്പന ഇസ് അൾട്ടിമേറ്റ്ലി ലൈക്ക് ഒരു വേറെ ലെവലാണ്, ഒരു പ്രാന്താണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ബട്ട് യു ആ ഒരു ക്രേസിനെസ് അല്ല, പക്ഷെ മോർ ദാൻ ദാറ്റ് ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ആൻഡ് ദാറ്റ് പ്രിസിഷൻ വാസ് സോ പെർഫെക്റ്റ് ഇൻ ഓൾ സൈഡ്സ്. എവിടേക്കോ ഇങ്ങനെ നമ്മൾ തെറ്റ് പറ്റുമോ എന്നൊക്കെ വിചാരിച്ചതിൽ പോലും അവിടെ യു വെന്റ് ഈവൻ കുറച്ചുകൂടി ഒരു വൺ സ്റ്റെപ്പ് ഫർദർ ആൻഡ് മെയ്ഡ് ഇറ്റ് ഈവൻ മോർ ബ്യൂട്ടിഫുൾ. ആൻഡ് വെറുതെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് യു പ്രൂവ് ദറ്റ് യു ഡൂയിങ്. ബട്ട് സുജാത ചേച്ചി പറഞ്ഞൊരു കാര്യം വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് സൂപ്പർ സ്റ്റാർ ജൂനിയർ. യു ആർ കേപ്പബിൾ അല്ല, യു ആർ extremely talented and more than capable as a singer. Now ഒരു overall ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു ഇതിൽ യു ഷുഡ് ബി ഏബിൾ ടു സിങ് ഓൾ ടൈപ്സ് ഓഫ് സോങ്സ് എന്നുള്ളതാണ്. ക്ലാസിക്കൽ അല്ലെങ്കിൽ ഇത്രയും ഡീപ്പായിട്ടുള്ള ഭയങ്കര ഇതായിട്ടുള്ള സോങ് പാടിയാൽ മതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അത് മാത്രമല്ല, യു ഹാവ് ടു ബി ഏബിൾ ടു സിങ് ഓൾ ടൈപ്സ് ഓഫ് സോങ്സ്. പക്ഷേ ഐ എം നോട്ട് ടേക്കിംഗ് അവേ ഫ്രം ദിസ് പെർഫോമൻസ്. യു ആർ അമേസിംഗ്, യു ആർ ഫാന്റാബുലസ്, യു ആർ എക്സലന്റ്. താങ്ക് യു. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റീഫൻ ചേട്ടാ. ഹായ്. ഹായ് ഏട്ടാ. യാ ഞാനും നോർമലായിട്ടില്ല, അതാണ് കുഴപ്പം. അതുകൊണ്ട് എനിക്ക് ആദ്യം അഞ്ജനയെ അഭിനന്ദനിക്കണേക്കാട്ടിലും മുമ്പ് എനിക്ക് ഇതിൻ്റെ ക്രിയേറ്ററെ ഒന്ന് ഓർക്കണം, ഒന്ന് പറയണം. ഇതിൻ്റെ കമ്പോസർ ശരത്തേട്ടൻ. ഈ പാട്ട് മലയാളികൾക്ക് മാത്രമേ ഇത് പരിചയമുള്ളൂ. ഇനിയിപ്പോൾ അത് ഗ്ലോബൽ ആവട്ടെ, യൂണിവേഴ്സൽ ആവട്ടെ ഈ പാട്ട്. കാരണം സുധാമന്ത്രം എന്നുകൊണ്ടൊരു പാട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അങ്ങനത്തെ ഒരു പാട്ട്, അങ്ങനത്തെ ഒരു വാക്കും ഇല്ലായില്ല. സോ ദർ ഇസ് ലോട്ട് ഓഫ് മാജിക് ഇൻ ദിസ്. അത് വരിക്കാണെങ്കിലും ട്യൂണിൽ പിന്നെ പറയേണ്ട. അത് ഇപ്പോൾ പാടി കേട്ടു ശരത്തേട്ടൻ. ഈ ഗോട്ട് എ സൂപ്പർ പവർ. അതും അവിടെ വന്നു. പിന്നെ ഇത് പാടിയ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അല്ലേ. ഇത് ഒരാൾ നെയിൽ ചെയ്യണ്ട, ആരെങ്കിലും ഒരാൾ നമ്മളെന്ന് കേൾക്കണ്ടേ. അത് കേട്ടിട്ടാണ് അഞ്ജന പഠിച്ചല്ലേ. സോ അത് നെയിൽ ചെയ്തത് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. ഹീസ് എൻ എലിജിബിൾ അമേസിങ് ലെജൻഡ്. അപ്പോൾ ആ ഒരു ഫ്ലോ വന്ന് പിന്നെ അതൊരു ലൈവ് പെർഫോം ചെയ്യാണ്. ഞാനത് മനോജേട്ടൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ ബീജത്തിൻ്റെ സമയത്ത്. ഞാനും ഒരു പെർഫോമറാണ്, ഞാനും ക്ലാസിക്സ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പീസ് പഠിച്ചിട്ട് നമ്മൾ എത്രയും പഠിച്ചു കഴിഞ്ഞാലും എത്ര നമ്മൾ ഫ്ലോ ആണെങ്കിലും അറ്റ് എ ടൈം നമുക്ക് ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് ഫുൾനെസ്സിലെത്താൻ പറ്റില്ല. അവിടെ മിസ്സിങ് എന്തെങ്കിലും ഉണ്ടാവും, നമുക്ക് പോരാന്ന് തോന്നും. അഞ്ജനയ്ക്ക് തോന്നിയില്ല, എവിടെയും പോരാന്ന് തോന്നിയിട്ടുണ്ടാവും. ഞങ്ങളത് അറിയുണ്ടാവും തോന്നുന്നത് എപ്പോഴും. ദാറ്റ് ഈസ് ഹൗ ദ പെർഫോമർ ആറ്റിറ്റ്യൂഡ്. അതെപ്പോഴും അങ്ങനെ ആവണം ശരിക്കും. അപ്പോൾ അത് പറയായിരുന്നു. പക്ഷേ ഞങ്ങൾ കേട്ടിടത്തോളം, ചേച്ചി പറഞ്ഞ പോലത്തോളം എവറിത്തിങ് വാസ് പ്രിസൈസ്. അത് ഒരു പ്ലസ് പോയിൻ്റാണ്. ഇറ്റ്സ് ഗോഡ്ലിനെസ്. അത് ദൈവസ്പർശം എന്നുള്ളതിൻ്റെ തെളിവുകളാണ് അത് നടന്നത്. അത് നടക്കട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫ്ലോറിൽ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഗോഡ് ബ്ലെസ് യു ഫോർ ദാറ്റ്. താങ്ക് യു ഫോർ ഗിവിംഗ് മീ എ ട്രീറ്റ്, ഗിവിംഗ് അസ് എ ട്രീറ്റ്. ഇനിയും പോട്ടെ. നേരത്തെ പറഞ്ഞ മാതിരി ഈ ജോൺറെ നെയിൽ ചെയ്തു അഞ്ജന. അടുത്തൊരു ചലഞ്ചായിട്ട് എടുക്കണം. ഇത്രയും പാടിയെന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഇതൊരു ട്രൈ ആണെന്ന് ചോദിച്ചത്, ഔട്ട് ഓഫ് ദ ബോക്സ്. ഇത്ര നാളും പാടിയതിനല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റൈല് കൊണ്ടുവന്ന് അത് പ്രൂവ് ചെയ്താൽ യു കീപ് പ്രൂവിങ് ഇറ്റ്. ഇതിൽ ഇനിയിപ്പം ഈ ജോൺറെ ഇനി എത്ര പാടിയാലും ഇതിന് മാക്സിമം ഞങ്ങൾ തന്നു. ഇപ്പോൾ മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം തന്നു. 4 പേരും സ്റ്റാൻഡിങ് ഒവേഷൻ ഒരുമിച്ച് തന്നു. ഈ ജോൺറെ ക്ലിയർ ചെയ്തു. ഇനി അടുത്ത ജോൺറെ ഏതെങ്കിലും അങ്ങനത്തെ ഒരു ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ഭീകരമായിട്ടുള്ളൊരു ചലഞ്ചായിരിക്കും. അത് ഏറ്റെടുത്ത് നന്നായി പെർഫോം ചെയ്യുക. എപ്പോഴും പറയണ മാതിരി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. ജസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട് യു ഡൂയിങ്. Okay? Thank you so much for bringing this amazing magic on stage.
താങ്ക് യു ഏട്ടാ. God bless you. താങ്ക് യു സ്റ്റീഫൻ ചേട്ടാ. സോ മനോജ് ചേട്ടാ, ഞാനൊന്ന് വീണ്ടും എണീറ്റൊന്ന് കൈയടിക്കട്ടെ. താങ്ക് യു ഏട്ടാ. സ്റ്റാൻഡിംഗ് ഓവേഷൻ ഫ്രം മനോജ് ചേട്ടൻ. ഓ എൻ്റെ പൊന്നു മോളെ, എന്താണ് അത്ഭുതമാണ് കേട്ടോ. ഞാൻ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ വന്നത് തന്നെ എനിക്ക് മുതലായി അല്ലേ. അത്ഭുതമാണ് മോളെ, വേറെ വാക്കുകളില്ല. അത്ര അസാധ്യമായിട്ട് മോളെ പാടി. ഒന്നാമത്തെ കാര്യം, ഈ ശരത്ത് എൻ്റെ ഡിയർ അണ്ണാച്ചി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, അണ്ണാച്ചിയുടെ പാട്ടുകൾ വെറുതെ കേൾക്കുന്നത് റിസ്ക്, പിന്നെ അത് പാടണമെന്ന് വെറുതെ ആലോചിക്കുന്നത് അതിനേക്കാളും വലിയ റിസ്ക്. റിഹേഴ്സൽ ചെയ്യുന്ന പറയണ്ടല്ലോ, റിസ്കോട് റിസ്ക്. പിന്നെ വേദിയിൽ പാടുക എന്ന് പറഞ്ഞാൽ റിസ്ക് എന്നല്ല പറയുന്നത്, എന്താ പറയുന്നത്, റസ്കോ. അത്ര ഗുണം പിടിച്ച പാട്ടുകൾ അദ്ദേഹം ചെയ്യുള്ളൂ. കാരണം സാധാരണക്കാർക്ക് പാടാൻ പറ്റില്ല. അപാര മ്യൂസീഷ്യനാണ്. എൻ്റെ കൂടെ രമേശ് നാർ സാറിനെ പോലുള്ള അപാരമായൊരു ലിറിസിസ്റ്റിൻ്റെ കരവിരുതും. അപാരമായിരുന്നു മോളുടെ പെർഫോമൻസ്. എനിക്ക് തോന്നുന്നത് മോള് സൂപ്പർ സ്റ്റാർ ജൂനിയർ അല്ല, മോള് സീനിയറാണ്, സീനിയർ മോസ്റ്റാണ് കേട്ടോ. അപ്പം മോള് സൂപ്പർ സ്റ്റാർ ജൂനിയറിൻ്റെ അസറ്റാണ്. അത് ഇവിടുന്ന് മാറി കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ അസറ്റായി മോള് എന്നും വളരാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മനോജ് ചേട്ടാ. അതുപോലെ തന്നെ ഈ പാട്ട് ഇവിടെ പെർഫോം ചെയ്ത നമ്മുടെ പുലികൾ അസാധ്യമായി വായിച്ചു. അപാരം. ഡാർലിംഗ്, താങ്ക് യു സോ മച്ച് ഓൺ ദി പെർകഷൻ ആൻഡ് ദി കീബോർഡ് സൈഡ്. സൂപ്പർ എല്ലാവരും. God bless you. താങ്ക് യു സോ മച്ച്. Thank you. അപ്പോൾ എന്തായാലും ഇന്നത്തെ എനിക്കൊരു ടോപ്പ് സ്കോറർ സെഗ്മെന്റ് ഇനിയിപ്പോൾ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അത് നമ്മുടെ അഞ്ജനക്കുട്ടിക്ക് ഒന്നും തന്നെയാണ്. പറയാനുമില്ല, അതെ. അഞ്ജനയ്ക്ക് തന്നെയാണെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ ടോപ്പ് സ്കോറർ സെഗ്മെന്റിന്റെ ഫൈനൽ സെഗ്മെന്റിലേക്ക് മനോജ് ചേട്ടനെ വിളിച്ച് നമുക്ക് ഗിഫ്റ്റ് വാങ്ങാം. ഓക്കെ, മനോജ് ചേട്ടാ ഓൺ സ്റ്റേജ് പ്ലീസ്. മനോജ് ചേട്ടാ ഓൺ സ്റ്റേജ്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ. ദി ഫസ്റ്റ് ടൈം അഞ്ജന ഗെറ്റിംഗ് 30 on 30. സുധാമന്ത്രം നിവേദിതം ഋതുമംഗലയ പ്രപഞ്ചമേ പ്രണതോസ്മി ഉജ്ജ്വലതി വിജയ് ഇപ്പൊ പറഞ്ഞ കമന്റിലേക്ക് ഞാൻ ഒന്നുകൂടെ എത്തുകയാണ്. വിജയ് പറഞ്ഞില്ലേ മോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള സോങ്ങുകളല്ലാതെ വളരെ വെറൈറ്റി ആയിട്ടുള്ള വേറെ സോങ്സിലോട്ടും പോകണമെന്ന് പറഞ്ഞില്ലേ. തീർച്ചയായിട്ടും. അപ്പൊ കുറച്ചുകൂടെ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോങ് എനിക്ക് വേണ്ടി പാടുമോ മോള്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, താനേ തിരിഞ്ഞും മറിഞ്ഞു. ഇത് ഹെവി ആണെന്നില്ല, അത് വേറെ രീതിയിൽ ഭയങ്കര ഹെവിയാണ്. അതെ. പക്ഷേ എങ്കിലും കുറച്ചുകൂടെ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള പാടില്ലേ, അതറിയുമോ? ഒരു കണ്ടീഷനിൽ അഞ്ജന പാടും, പക്ഷെ മനോജായിട്ടും കൂടെ പാടണം. ഞാൻ പാടാം, ഉറപ്പായിട്ടും. ഫീമെയിൽ സോങ് ആണ്, ചേച്ചിയും പാടണം. ഓക്കെ ശരി. മോള് തുടങ്ങുന്നു, ഞാൻ തുടങ്ങണം. അത് ഫീമെയിൽ സോങ് ആണ് എങ്കിലും ഞാൻ തുടങ്ങാം. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്ന മധുമാസ സുന്ദര ചന്ദ്രലേഖ. ചന്ദനത്തൊട്ടിലിൽ പാതിര വീരിച്ചിട്ട ചെമ്പകത്തൂമലത്തൂവിരിപ്പിൽ ചന്ദനക്കട്ടിലിൽ പാതിര വീരിച്ചിട്ട ചെമ്പകത്തൂമലത്തൂവിരിപ്പിൽ മധുവിധുരാവിനായി ചുണ്ടുകളിൽ പ്രേമ മധുരന്ദമഞ്ജരിയേന്തി മധുവിധുരാവിനായി ചുണ്ടുകളിൽ പ്രേമ മകരന്ദമഞ്ജരിയേന്തി താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ ചന്ദ്ര ചന്ദ്രലേഖ.
താങ്ക് യു സോ മച്ച്. എന്ത് രസമായിട്ട് പാടിയിട്ടുണ്ട്. സൂപ്പർ. താങ്ക് യു. താങ്ക് യു സോ മച്ച് മനോജ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മോളെ. ഒരു ചരിത്ര നിമിഷം കുറിച്ചുകൊണ്ട് വളരെ മനോഹരമായ മനോജ് ചേട്ടന്റെയും മഞ്ജുനയുടെ എല്ലാം പാട്ടുകൾ എല്ലാം കൊണ്ട് ഈ എപ്പിസോഡിന്റെ അവസാന ഘട്ടത്തിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. So, with more fun, excitement, We'll be coming back to you. Till then, keep watching Superstar Junior. പരിപ്പുവട പക്കുവട കൊക്കുവട പപ്പടവട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട. ആകെ പരിപ്പുഴത്തിലുള്ള മോൻ നല്ല പക്ക വട പോലെ പാടി. കാടകറുങ്കുയിലേ കച്ചേദിക്ക് വരിയാ 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 വരണേ വരണേ. പഠിക്കാൻ പാട്ടില് പുസ്തകപ്പുഴെന്ന് മനസ്സിലായി. മനസ്സിലിടം പിടിച്ച ഇലക്ഷനില ജയിച്ച ഊരു സനമൂക്കില വരല വെക്കൂ. ഈ സൂപ്പർ സ്റ്റാർ ജൂനിയർ തീരുന്നവരെ ഇങ്ങനെ ഇരിക്കണം ഞങ്ങൾക്ക് കാണാൻ. ഉൻ പാർവയിൽ ഓരായിരം കവിதை நான் எழுதுவேன் காற்றில் நானே. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.